എടുത്തെറിയടാ ഇവനെ ആ വെള്ളത്തിലോട്ട്. അങ്കിൾ പ്ലീസ് എന്നെ ചെയ്യല്ലേ, എനിക്ക് പേടിയാവുന്നു. എനിക്ക് അച്ഛനെ കാണണം അങ്കിൾ പ്ലീസ്. മോനെ അച്ചൂട്ടാ, കൺഗ്രാറ്റുലേഷൻസ്. സ്വന്തം മകന്റെ മരണം കാണാൻ അച്ഛൻ ഓടിയെത്തിയല്ലോ. പ്ലീസ് അച്ചൂട്ടിനെ ഉപദ്രവിക്കരുത്. അവൻ നിങ്ങളുടെ എന്റെ ആരുമല്ല. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ മകനെ പോലെയാണെന്ന്. Now I changed my mind. എനിക്കതിൻ്റെതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണം? മുതിർന്നവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് കുട്ടികൾ എങ്ങനെ കാരണമാവുന്നേ? ഒരച്ഛൻ മകനെ മകൻ. എനിക്കൊരു മകനുണ്ട്, എന്റെ സ്വന്തം രക്തം, എന്റെ കാശിനാഥൻ. അവനെ ആദ്യമായി എന്റെ അമ്മ എന്റെ കൈകളിലേക്ക് വെച്ച് തന്നപ്പോ എന്റെ ശരീരത്തിലേക്ക് ഒഴുകിയ ഒരു ഊർജം ഉണ്ടായിരുന്നു. അത് പക്ഷെ സുഭദ്രയായിട്ടാ നശിപ്പിച്ചത്. അവൾ ഓടി രക്ഷപ്പെട്ടപ്പോ ഒരിക്കലും ആ കുഞ്ഞിനെ കൊണ്ടുപോവാൻ പാടില്ലായിരുന്നു. പക്ഷെ അവള് കൊണ്ടുപോയത് മാത്രമല്ല, എനിക്ക് ആ കുഞ്ഞിനെ കിട്ടാതിരിക്കാൻ അനിയത്തിമാരുടെ കയ്യിൽ അവനെ കൊടുത്തു വിട്ടു. അവരാ പിന്നെ എന്നെ ദ്രോഹിച്ചത്. അവരൊരു ദ്രോഹം ചെയ്തിട്ടില്ല, ആ കുട്ടിയാണ് ദ്രോഹം ചെയ്തു. ആ രാധ, അവൾ ആ കുഞ്ഞിനെ ഏതെങ്കിലും കാട്ടിലെറിഞ്ഞു കാണും, അതല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ. അതും അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ലെന്ന് ആര് കണ്ടു? അവൾക്ക് അവളുടെ ജീവിതം മാത്രമാണ് മുഖ്യം. അവളുടെ അനുജത്തിമാർ, അവളുടെ ഭർത്താവ്, നിങ്ങളുടെ ഒരു കുഞ്ഞ്. അതാണ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നത്. എനിക്ക് നഷ്ടപ്പെട്ടത് അവൾക്ക് കിട്ടാൻ പാടില്ല. ആ കുഞ്ഞ് മരിക്കണം. സ്വന്തം മുത്തശ്ശൻ വാസുദേവൻ മരിച്ചതുപോലെ തന്നെ വെള്ളം നിറഞ്ഞ് ശ്വാസകോശം പൊട്ടിത്തെറിച്ച് ചാവണം. എറിയടാ അവനെ വെള്ളത്തിലേക്ക്. മോനെ മാറടാ. അടിച്ചിടറ അവനെ, തീർത്ത് കളഞ്ഞേക്ക്.
മോനെ മേഘനാഥ, എന്താണ് രാധകുഞ്ഞെ, അവതാരോദ്ദേശം പൂർത്തിയാക്കിയല്ലേ? നിനക്കുള്ളത് രണ്ടാമത്. ചതുരംഗം കളിക്കുമ്പോ കാലാളിനെ വെട്ടിയിട്ടാ മേലാളിനെ വെട്ടുന്നത്. മാറങ്ങോട്ട്. കാലാൾപ്പട തീർന്നു. ഇനി വെളുത്ത ശരീരവും കറുത്ത മനസ്സുമുള്ള നിന്റെ ഊഴമാണ്. തൃപ്പങ്ങോട്ട് ഭഗവതിയുടെ അനുഗ്രഹമുള്ള ഈ ഉടവാൾ കൊണ്ട് നിന്റെ തല ഞാനിന്ന് അറുക്കും. ആരും ചെയ്യാൻ പാടില്ലാത്ത കുലദ്രോഹം നീ ഒരു കുഞ്ഞിനോട് ചെയ്തതിന്, സ്വന്തം മകനെ പോലെ നിന്നെ കരുതിയിട്ടും തൃപ്പങ്ങോട്ട് വാസുദേവൻ എന്ന എന്റെ അച്ഛനോട് നീ ചതി ചെയ്തതിന്, ദൈവത്തിനെ പോലെ നിന്നെ കരുതി ഒരു ഭാര്യയുടെ എല്ലാ കർത്തവ്യവും ചെയ്ത് നിനക്കൊരു കുഞ്ഞിനെ തന്ന എന്റെ സുഭദ്രാമയ്ക്ക് വിഷം നൽകി തളർത്തി നെഞ്ചില് വാള് കയറ്റി ക്രൂരമായി കൊന്നതിന്, എല്ലാത്തിനുമുള്ള കണക്കുകൾ ഇന്ന് ഞാൻ തീർക്കും. അതിനാണ് നമ്മൾ ഈ തുടങ്ങുന്നത്. നിന്റെ ചേച്ചിയുടെ അതേ വിധിയാണ് നിനക്കും. സമയം തെറ്റിയുള്ള മരണം, അത് എന്റെ ഈ കൈ കൊണ്ട് തന്നെ. മരണത്തെ എനിക്ക് പേടിയില്ല മേഘനാഥ. എന്റെ ദേശത്തിനു വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും വേണ്ടി മരിക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അത് നിന്നെ പോലെ ഒരു ചെന്നായയുടെ കൈകൊണ്ടാവരുതെന്നും മാത്രമാ എനിക്ക് നിർബന്ധം. എന്നാ വാടി, നോക്കാം നിന്റെ അവസാനം എന്താണെന്ന്. നോക്കാം, ഞാൻ തയ്യാറാണ്. ഒപ്പം എനിക്കറിയാം രക്തദാഹിയായ ഒരു കഠാര നിന്റെ അരയിലുണ്ടെന്ന്. അത് പക്ഷേ ഈ ഉടവാളിന്റെ മുന്നിൽ തീരെ ചെറുതാ. അതുകൊണ്ട് തന്നെ നിന്നെ തീർക്കാൻ എനിക്ക് ഈ ഉടവാള് വേണ്ട.
അതിനേക്കാൾ മൂർച്ചയുള്ള ഈ കൈകൾ മതി. തുടങ്ങാം നമുക്ക്. ഒരാൾക്ക് അപരൻ മരിക്കുന്നതുവരെ യുദ്ധം. മോനെ അച്ചു, മോനെ അച്ചു, മോനെ കണ്ണു തുറക്ക്. അച്ചു, മോനെ അച്ചു, മോനെ യാ. മോനെ അച്ചു, കണ്ണു തുറക്ക്. മോനെ അച്ചു, അച്ചു. മോനെ കണ്ണു തുറക്ക്. മോനെ അച്ചു, അച്ഛാ. മോനെ ഞാൻ എന്റെ കൈപ്പട ഒന്ന് അമർത്തിയ നിന്റെ ദുഷിച്ച കണ്ടഞരമ്പ് പൊട്ടി ഇപ്പൊ തന്നെ പരലോകം പോകാം. പക്ഷേ അവസാനമായി ഒരവസരം കൂടി ഞാൻ നിനക്ക് തരിക. മേലിൽ ഈ തൃപ്പങ്ങോട്ട് ദേശത്ത് കണ്ടുപോകരുതെന്നുള്ള വ്യവസ്ഥയിലും എന്റെയോ എന്റെ കൂടപ്പിറപ്പുകളുടെയോ വഴിയിൽ നിന്റെ ശപിക്കപ്പെട്ട നിഴൽ പോലും വീഴരുതെന്ന രണ്ടാം വ്യവസ്ഥയിലും നിനക്ക് പോകാം.
മോനെ, രാധേ, പ്രസാദേട്ടാ. എന്റെ മോൻ പേടിച്ചോടാ? സാരമില്ല കേട്ടോ. രാധേ, ഏയ്, അയ്യോ, ഈ ശിക്ഷ നീ സ്വയം ചോദിച്ചു വാങ്ങിയതാ. തൃപ്പങ്ങോട്ടെ മണ്ണിൽ നിന്റെ ദുഷിച്ച രക്തം വീഴിക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ വിധിയെ തടുക്കാൻ ബ്രഹ്മനും കഴിയില്ല മേഘനാഥ. എന്റെ ചേച്ചിയുടെ അതേ മരണമാണ് നിനക്കും. മരിക്കുന്നതിന് മുമ്പ് നീ ചെയ്യാൻ ഒരുങ്ങിയ പാതകത്തിന്റെ വലിപ്പം കൂടി നീ അറിയണം. ആ കുറ്റബോധത്തിൽ നീറി ഒടുങ്ങി വേണം നീ ഈ ലോകം വിട്ടു പോകാൻ. എങ്കിലേ തൃപ്പങ്ങോട്ട് വാസുദേവന്റെ സുഭദ്രാമയുടെ ആത്മാവിന് മോക്ഷം കിട്ടൂ. പല തവണ ഞാനത് പറയാൻ ശ്രമിച്ചിട്ട് നീ അത് കേട്ടില്ല. രാധയുടെയും എന്റെ മകനാണെന്ന് കരുതി നീ അവസാനിപ്പിക്കാൻ നോക്കിയില്ലേ ഈ അച്ചു? യഥാർത്ഥത്തിൽ ഇവൻ ആരാണെന്ന് നിനക്കറിയാമോ? നിന്റെ രക്തത്തിൽ എന്റെ ചേച്ചി പ്രസവിച്ച അതേ ജീവൻ തന്നെയാണ്. സുഭദ്രയുടെയും മേഘനാഥന്റെയും മകൻ. നീ അഭിമാനത്തോടെ പേര് വിളിച്ച അതേ കാശിനാഥൻ തന്നെ. മനസാക്ഷിയുടെ ഉൾക്കണ്ണ് നിനക്കുണ്ടെങ്കിൽ അതുപയോഗിച്ച് നോക്കിയാൽ മതി. നിന്റെ മകനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. കാശിനാഥൻ എന്റെ മകൻ. അടുത്ത വാ ചൂട്ട. അവൻ ഇനി ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടില്ല മേഘനാഥ. ഒരു കുറ്റവും ചെയ്യാത്ത ഈ പാവം കുട്ടിയെ കൊല്ലാൻ നോക്കിയതാ നിങ്ങള്. എനിക്ക് തെറ്റിപ്പോയി. സ്വന്തം മകനെ കൊല്ലാൻ ശ്രമിച്ച ദുഷ്ടനാ ഞാൻ. ഈശ്വരാ, എന്നോട് ക്ഷമിക്കണമേ. കാശിനാഥ, അച്ഛൻ അറിഞ്ഞില്ലടാ നീ എന്റെ മകനാണെന്ന്. മോനെ, വാടാ.
കാശിനാഥ. പ്രസാദ്, ഒന്നിങ്ങി വരൂ. പ്രസാദ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി. അത് തിരുത്താനുള്ള സമയമില്ല. ഇനി ഒന്നും വേണ്ട എനിക്ക്, മരണം മാത്രം. അതിനു മുമ്പ് ഒരു കാര്യം മാത്രം. ഇന്നലെ വരെ നീ തന്നെയായിരുന്നു എൻ്റെ മകന്റെ അച്ഛൻ. നാളെ അങ്ങനെ തന്നെ ലോകം അറിയണം. പക്ഷെ അവസാനമായി ഒരു ഉരുള ചോറ് എനിക്ക് വേണ്ടി അവന്റെ കൈ കൊണ്ട് ബലിയർപ്പിക്കണം. അപേക്ഷ. എന്നാലേ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂ. മോനെ കാശിനാഥ, മോനെ കാശിനാഥ. മോനെ മോനെ കാശിനാഥ. സാധനങ്ങളും ബലിയിട്ടത്. അതച്ചു, മോന്റെ അച്ഛൻ നാഥനെങ്കിലിനാ മേഘനാഥൻ. അല്ലല്ലോ, എന്റെ അച്ഛൻ ഇതാ. ഈ അച്ഛൻ മതി എനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവനെ ഞാൻ വളർത്തിയ മോനാ. എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതേ അവൻ പറയൂ. ഓഹോ, ആയിക്കോട്ടെ. ജന്മം കൊണ്ട് മാത്രമല്ല കൃഷ്ണേട്ടാ ഒരാൾ അച്ഛനാവുന്നത്, കർമ്മം കൊണ്ട് കൂടിയാ. കർമ്മം കൊണ്ട് നമ്മളാണ് ഇവന്റെ അച്ഛനും അമ്മയും. വാ അച്ഛാ, പോവാം. എനിക്ക് തണുക്കുന്നു. വാ.